നമസ്കാരം, വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടടുത്ത ഒരു മാസത്തിനിടെ നരേന്ദ്രമോദി സർക്കാരിന്റെ ജനപ്രീതി വൻതോതിൽ ഇടിഞ്ഞെന്ന് റിപ്പോർട്ട്. ബാലാകോട്ട് വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വൻ ഉയർച്ച രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീടാണ് കുത്തനെ ഇടിഞ്ഞതെന്ന് സി വോട്ടർ IANS ട്രാക്കർ സൂചിപ്പിക്കുന്നു. തിരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ മോദി സർക്കാരിന്റെ ജനപ്രീതി ഇടിഞ്ഞത് BJPക്ക് കനത്ത തിരിച്ചടിയാണ്. ബാലാകോട്ട് ആക്രമണം ജനപ്രീതി കൂട്ടിയെങ്കിലും പിന്നീട് അതേ ചൊല്ലിയുണ്ടായ വിവാദങ്ങൾ മോദി സർക്കാരിന് തിരിച്ചടിയാവുകയായിരുന്നു എന്നാണ് വിലയിരുത്തൽ. പ്രതിപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മാർച്ച് 12 മുതൽ ഏപ്രിൽ 12 വരെയുള്ള റേറ്റിംഗിൽ മോദി സർക്കാരിന്റെ ജനപ്രീതി ഇടിഞ്ഞു എന്നതാണ് വ്യക്തമാക്കുന്നത്. 12 പോയിന്റാണ് ഇടിഞ്ഞിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിന്റെ റേറ്റിംഗിൽ ഫെബ്രുവരി അവസാന വാരം വൻ മുന്നേറ്റം ഉണ്ടായിരുന്നു. പുൽവാമ ആക്രമണവും ബാലാകോട്ട് തിരിച്ചടിയും നടന്ന ഫെബ്രുവരിയിലും മാർച്ച് ആദ്യത്തിലും മോദി സർക്കാരിന്റെ റേറ്റിംഗ് 62.06-ലെത്തി. മോദി സർക്കാരിന് ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ലഭിച്ചതും ഈ വേളയിലായിരുന്നു. എന്നാൽ പിന്നീട് ഇടിയാൻ തുടങ്ങി. ബാലാകോട്ടിൽ ഇന്ത്യൻ വ്യോമസേന തിരിച്ചടി കൊടുത്തത് ഫെബ്രുവരി 26-നാണ്. ഇതിന് പിന്നാലെയാണ് മോദി സർക്കാരിന്റെ റേറ്റിംഗ് അതിവേഗം ഉയർന്നത്. എന്നാൽ മാർച്ച് ആദ്യവാരം കഴിഞ്ഞതിന് പിന്നാലെ ഇടിയാൻ തുടങ്ങി. ഇപ്പോൾ 12 പോയിന്റാണ് ഇടിഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പോളിംഗ് നടക്കുന്നതിന്റെ ഒരു ദിവസം മുൻപുള്ള റേറ്റിംഗ് 43%. മാർച്ച് 7 വരെയുള്ള കണക്ക് 62 പോയിന്റും മാർച്ച് 12-ന് 55 പോയിന്റുമായിരുന്നു. തുടർച്ചയായ ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. തിരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഇടിവ് തുടരുന്നത് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രകടമാകുമോ എന്നാണ് BJP ക്യാമ്പുകളിലെ ആശങ്ക. BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന ചോദ്യമാണ് ജനങ്ങൾക്ക് മുന്നിൽ വെക്കുക. ഇതിൽ വരുന്ന പ്രതികരണം നോക്കിയാണ് റേറ്റിംഗ് നിശ്ചയിക്കുക. മാർച്ച് 7-ന് പ്രതികരിച്ചവരിൽ 51% പേരും വളരെ സംതൃപ്തിയുണ്ട് എന്നാണ് രേഖപ്പെടുത്തിയത്. ജനുവരി 1-ലെ റേറ്റിംഗ് 32 പോയിന്റ് ആയിരുന്നു. ആ മാസം 30 മുതൽ 40 വരെ തോതിൽ നിന്നു. ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ വിഷയം വന്ന വേളയിൽ കുത്തനെ ഉയർന്നു. മാർച്ച് ആദ്യവാരം ഏറ്റവും ഉയർന്ന പോയിന്റിലെത്തി. ഇപ്പോൾ തിരിച്ചിറങ്ങി 43-ൽ നിൽക്കുന്നു. BJPക്ക് അനുകൂലമായ തരംഗം ഉണ്ടാകില്ല എന്നാണ് അഭിപ്രായ സർവേകളെല്ലാം പ്രവചിക്കുന്നത്. എന്നാൽ BJP അധികാരം പിടിക്കുമെന്നും സർവേകൾ സൂചിപ്പിക്കുന്നു. 2014-ലേതുപോലെ ശക്തമായ മുന്നേറ്റം നടത്തില്ലെന്ന് ചുരുക്കം. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന അഭിപ്രായ സർവേ CSDS-ന്റേതാണ്. നോട്ട് നിരോധന ശേഷം മോദിക്കെതിരെയും BJPക്കെതിരെയുമുള്ള പൊതുവികാരം രാജ്യത്ത് ഉയർന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഇത് മാറ്റിയെടുക്കാൻ BJPക്ക് നേരിയ തോതിൽ സാധിച്ചു എന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് NDAക്ക് അധികാരത്തിൽ തുടരാൻ സാധിക്കുമെന്ന് പ്രവചിക്കപ്പെടുന്നത്. എന്നാൽ BJP തരംഗം ഉണ്ടാകില്ല. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിനും വോട്ട് കൂടുമെന്നാണ് CSDS സർവേയിൽ സൂചിപ്പിച്ചത്. BJPക്ക് 232 സീറ്റ് വരെ ലഭിച്ചേക്കാം. സഖ്യകക്ഷികൾക്ക് 51 സീറ്റ് വരെയും. 2014-ൽ BJPക്ക് 283 സീറ്റും സഖ്യകക്ഷികൾക്ക് 53 സീറ്റും ലഭിച്ചിരുന്നു. കോൺഗ്രസിന് 84 സീറ്റ് വരെ ലഭിക്കാൻ സാധ്യതയുണ്ട്. സഖ്യകക്ഷികൾക്ക് 51 സീറ്റ് വരെയും കിട്ടിയേക്കാമെന്നും സർവേ വ്യക്തമാക്കുന്നു. കോൺഗ്രസിന് 2014-ൽ 44 സീറ്റാണ് ലഭിച്ചത്. സഖ്യകക്ഷികൾക്ക് 15. ഇത്തവണ നേരിയ ഉണർവ് UPAക്കുണ്ടാകും. എന്നാൽ ഭരണം പിടിക്കാൻ സാധിക്കുക എന്നത് പ്രയാസമാണ്. BJPക്ക് സീറ്റ് കുറയുമെങ്കിലും ചെറുകക്ഷികളുടെ സഹായത്തോടെ ഭരണം നിലനിർത്തുമെന്നാണ് സൂചനകൾ. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കൂ.